ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. ഭയങ്കര സിമ്പിളാണ് ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട്. നല്ല ടേസ്റ്റുമാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ആദ്യം തന്നെ പഴുത്ത നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുത്ത് തൊലിയൊക്കെ കറുത്തു പോയതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു മീഡിയം പഴുപ്പുള്ള പഴമാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതൊരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കട്ടിയായിട്ടുള്ള പശുവിൻ പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാപ്പാലായിരുന്നാലും കുഴപ്പമില്ല. 1/4 കപ്പ് അളവിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മധുരത്തിൻ്റെ പലഹാരം ആയതുകൊണ്ട് ഇതിലേക്ക് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. 4 ടേബിൾ സ്പൂൺ അളവിലുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു മധുരത്തിൻ്റെ ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അരച്ചെടുത്ത മിക്സ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു ബൗളിലേക്ക് 6 കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഫ്രിഡ്ജിൽ വെച്ചിരുന്ന മുട്ടയാണെന്നുണ്ടെങ്കിൽ 10-20 മിനിറ്റ് മുന്നേ തന്നെ പുറത്തെടുത്ത് വെച്ചിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിൽ കിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഒരു വിസ്ക് വെച്ചിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് സ്പൂൺ വെച്ചിട്ടോ നന്നായിട്ട് ഇതൊന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. മിക്സിയുടെ ജാറിൽ ഇത് അടിച്ചെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ പരുവം തെറ്റും. ഞാനിപ്പോൾ ഇതൊരു 10-20 സെക്കൻഡോളം നന്നായിട്ട് അടിച്ച് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ ഒരു പഴത്തിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പഴം അവിടെ ഇവിടെ ആയിട്ട് കട്ടകട്ടയായിട്ട് കിടപ്പുണ്ട്. അത് കുഴപ്പമില്ല. നമുക്ക് ഈ ഒരു പലഹാരം ഉണ്ടാക്കി കഴിയുമ്പോൾ കടിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇത് ഒന്നുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇതിലേക്ക് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത റവയാണ് വേണ്ടത്. ഞാനിവിടെ 5 ടേബിൾ സ്പൂൺ അളവിൽ റവ ഇട്ട് കൊടുക്കുന്നുണ്ട്. വറുത്ത റവ തന്നെ എടുക്കാൻ വേണ്ടി നോക്കുക. എങ്കിലേ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിലും ടേസ്റ്റിലൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതേ സ്പൂൺ അളവിൽ 2 സ്പൂൺ മൈദപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദപ്പൊടിക്ക് പകരം ഗോതമ്പ് പൊടി മതി എന്നുള്ളവർക്ക് അത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി വിസ്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് അടിച്ച് പതപ്പിച്ചെടുക്കാം. ഈ പൊടിയൊന്നും ഒട്ടും തന്നെ കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. ഇത് വേവിക്കാനായിട്ട് ആവശ്യത്തിനുള്ള ഏത് പാത്രമാണോ അതുപോലൊരു പാത്രം വെച്ച് കൊടുക്കുക. ഞാനിവിടെ ഈ ഒരു കടായിലാണ് വേവിച്ചെടുക്കുന്നത്. ഇനി ഇത് മുഴുവനായിട്ടും ഞാൻ നെയ്യ് ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കടായിയുടെ വക്ക് ഭാഗം വരേക്കും നെയ്യ് സ്പ്രെഡാക്കിയിട്ടുണ്ട്. ഇത് വെന്ത് വരുമ്പോൾ ഇതിൻ്റെ വക്ക് ഭാഗം വരേക്കും നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ നെയ്യ് ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഇളകി കിട്ടും. നെയ്യാവുമ്പോൾ അത് നന്നായിട്ട് നമുക്ക് പെട്ടെന്ന് ഇളകി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഫുള്ളായിട്ട് നെയ്യൊന്ന് സ്പ്രെഡാക്കി കൊടുത്തിട്ടുള്ളത്. ഇനി നെയ്യില്ലാന്നുണ്ടെങ്കിൽ ബട്ടറിൽ ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇത് നല്ല പോലെ വെന്ത് വന്നു. ഇത് നന്നായിട്ട് വക്ക് വരെ പൊങ്ങി വരുമെങ്കിലും ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അതുപോലെ താന്നു പോവുകയും ചെയ്യും. നല്ല അടിപൊളി പഞ്ഞ് പോലെ വായിലിട്ടാൽ അലിഞ്ഞിറങ്ങുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരം റെഡിയായി കിട്ടി. ലോ ഫ്ലെയിമിലിട്ടാണ് ഞാൻ 15 മിനിറ്റ് നേരം വേവിച്ചെടുത്തിട്ടുള്ളത്. ഫ്ലെയിം കൂടിപ്പോയാൽ കരിഞ്ഞു പോവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഇതാ ഈ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.